അസ്സലാമലൈക്കും, വെൽക്കം ടു ടിൻറ്റു ആൻഡ് മോൻ കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പ ബിരിയാണിയാണ്. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ. എങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമ്മൾ 3-4 പീസ് ചിക്കൻ ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് വേവിച്ച് ചെറിയ പീസുകളാക്കുക. ഇത് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഒരു 2-3 മിനിറ്റ് ഇളക്കുക. ഇറച്ചിയുടെ പച്ചച്ചുവ മാറാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഏത് കാര്യം പുതിയതായിട്ട് ഉണ്ടാക്കാൻ ട്രൈ ചെയ്താലും ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഇടിയപ്പ ബിരിയാണിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണിത്. നേരത്തെ എടുത്തു വെച്ച പാനിലോട്ട് തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ആയ ഓനിയൻ ചേർത്ത് കൊടുക്കാം. ഒനിയൻ ചേർത്തിട്ട് ആദ്യം ഉപ്പിട്ട് കൊടുത്താൽ നന്നായിട്ട് വഴണ്ട് കിട്ടും. അതുകൊണ്ട് ഒനിയൻ ചേർക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ആഡ് ചെയ്യുക. ഇതൊരു ചെറിയ ബ്രൗൺ കളർ ആകുന്നിടം വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ആയ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ തീരെ കുറച്ച് മല്ലിയിലേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. മല്ലിയില ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകവും ഗരം മസാലയും കൂടെ ചേർന്നത് 1/4 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുമ്പോൾ പൊടിച്ചു വെച്ചേക്കുന്ന ഇടിയപ്പം ചേർത്ത് കൊടുക്കുക. ഇത് ഞാനൊരു 5 പീസ് ഇടിയപ്പമാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് കൈകൊണ്ട് പൊടിച്ച് എടുക്കുക. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകണ്ട, എന്നാലും ഈ ഒരു പരുവത്തിൽ പൊടിച്ചെടുക്കുക. ഇത് രാവിലെ ഉണ്ടാക്കിയിട്ട് ബാലൻസ് വന്ന ഇടിയപ്പമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയതായിട്ട് ഉണ്ടാക്കിയും ചേർക്കാം. അതല്ല ബാലൻസ് ഇരിപ്പുണ്ടെങ്കിൽ അതിങ്ങനെ ചെയ്തെടുക്കാം. വളരെ ഈസി ആയിരിക്കും. രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ട് അന്നേരം തന്നെ എടുക്കുവാണെങ്കിൽ അങ്ങനെ തന്നെ പൊടിച്ചാൽ മതി. പക്ഷേ വൈകിട്ടൊക്കെ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിനകത്ത് ഒരു 1-2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്ന് മയപ്പെടുത്തി എടുക്കണം. എന്നിട്ട് ഇതിനകത്തോട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം തന്നെ കണ്ട ഒരു ബിരിയാണിയുടെ ഒരു സ്ട്രക്ചർ വന്ന്. പിന്നെ ഇടിയപ്പം മിക്സ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുമ്പം തീ വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം. എന്നിട്ടൊരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഇത് ബിരിയാണി എസൻസ് ആണ്. ഇത് നമുക്ക് തുറന്നതിന് ശേഷം ഒരു 1-2 ഡ്രോപ്സ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ കറക്റ്റ് ഒരു ബിരിയാണിയുടെ അതേപോലെ കിട്ടും. നല്ല മണവും നല്ല ഒരു ടേസ്റ്റുമാണ് ഇത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.